ഹലോ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇത് വന്നിട്ട് കൈപ്പയ്ക്ക നമ്മുടെ നാളികേരം അരച്ചിട്ട് മീൻകറി പോലെ വെച്ചതാണ് കേട്ടോ, കോൽപ്പുളിയൊക്കെ ഇട്ടിട്ട്. പക്ഷേ രണ്ട് മക്കൾക്കും കൈപ്പക്കായ കറി ഇഷ്ടമല്ല, കയ്പ്പ് രസം ഒന്നും മട്ടും കൂട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടി സോയാബീൻ വെക്കാതെ വെച്ചു. അപ്പോൾ ഇത് ഞാൻ സോയാബീൻ നന്നായി കഴുകി ഉപ്പിട്ട് വേവിച്ച് കൊണ്ടുവന്നതാണ്. വേവിച്ചതിന് ശേഷം പിഴിഞ്ഞ് അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് കൊണ്ടുവച്ചിരിക്കുന്നതാണ്. ഞാനപ്പോൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് നാളായില്ലേ കുക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ട്, കുറേ നാളായി കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മല്ലിപ്പൊടി എന്നൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ വന്നിട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പൊടികളാണ് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ വന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, അങ്ങനെ 4 പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വന്നിട്ട് ഉപ്പിട്ട് വേവിച്ചെങ്കിലും ഈ പൊടികൾ ചേർക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില, ഇതാണ് നമ്മുടെ സോയാബീനിൽ ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പൊടികൾ വന്നിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഉപ്പ്, കറിവേപ്പില, ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. കറിവേപ്പിലൊക്കെ ആഡ് ചെയ്തപ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ചട്ടിയൊക്കെ ചൂടാക്കാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വന്നിട്ട് സോയാബീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കണ്ടോ, നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സവാളയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനൊപ്പം തന്നെ വെളുത്തുള്ളിയും കൂടി ഉണ്ട്. നമ്മുടെ വെളുത്തുള്ളി പേസ്റ്റ് ആക്കല്ല ചെയ്തത്, ഞാൻ ഇതുപോലെ തന്നെ സവാള അരിഞ്ഞ പോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സവാളയും വെളുത്തുള്ളിയും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം. സോയാബീനൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഇതും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ. ഇത് വന്നിട്ട് കുറച്ച് സവാളയാണ് നമ്മുടെ സോയാബീനിലേക്ക് അരിഞ്ഞപ്പോൾ കുറച്ച് മാറ്റി വെച്ചതാണ്. പിന്നെ വന്നിട്ട് വേണ്ടത് കുക്കുംബറാണ്. ഇത് ഫുള്ളായിട്ട് വേണ്ട ഒരു 1/4 ഭാഗമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വന്നിട്ട് സോയാബീൻ വെക്കുന്ന ദിവസം ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർബാണ് കേട്ടോ. നമ്മുടെ ബിരിയാണിയൊക്കെ കഴിക്കുന്ന ഫീലാണ് കിട്ടുക. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക. പിന്നെ വേണ്ടത് നമ്മുടെ തൈര്, നല്ല പുളിയുള്ള കട്ട തൈരാണ്. പിന്നെ നമ്മുടെ ഉപ്പും കൂടിയും ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കട്ടിയിലിരിക്കേണ്ട ഫുഡ് ചോറ് കഴിക്കുന്ന നേരത്ത് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കേണ്ടത് ഇതിൽ വന്നിട്ട്. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സോയാബീൻ്റെ ഒപ്പം ഇത് കഴിക്കുക സൂപ്പർബാണ്. അങ്ങനെ നമ്മുടെ മൂടി വെച്ചിരിക്കുന്ന സോയാബീനൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ട് കേട്ടോ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനെ ഇവിടെ സ്വാദിഷ്ടമായ സോയാബീൻ ഫ്രൈ തയ്യാറായി കഴിഞ്ഞാൽ സവാളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി വന്നിട്ട് നമ്മുടെ ചോറിലേക്ക് സോയാബീനും സർലാസൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ സോയാബീൻ ഉണ്ടാക്കുന്ന ദിവസങ്ങളൊക്കെ ഇതുപോലത്തെ ഒരു സർലാസും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ സൂപ്പർബാണ് കേട്ടോ. പലരും പലതരത്തിലായിരിക്കും സോയാബീൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന രീതി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. നമ്മുടെ സർലാസ് ഇടയാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. പോകണം കേട്ടോ. ചാനൽ ഇഷ്ടപ്പെടാൻ ചെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.